ഇൻഹേലർ ഒരിക്കൽ യൂസ് ചെയ്താൽ അതൊരു അഡിക്ഷൻ ആവും. ജീവിതകാലം മുഴുവൻ അത് യൂസ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടോ നാട്ടുകാരിൽ നിന്ന് ഇങ്ങനെ ഒരു ഫ്രീ ഉപദേശം? ലെറ്റ്സ് ബസ്റ്റ് ദാറ്റ് മിത്ത് റൈറ്റ് നൗ. ഇൻഹേലറുകൾ ഒരിക്കലും ഒരു അഡിക്ഷൻ അല്ല, അല്ലെങ്കിൽ ഒരു ശീലമല്ല. അതൊരു സ്മാർട്ട് ട്രീറ്റ്മെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ചുമയോ ശ്വാസമുട്ടലോ വരുമ്പോൾ ശ്വാസകോശത്തിലെ ട്യൂബുകൾ ചുരുങ്ങുന്നു. ഇത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ഗുളികകൾ നേരെ വയറ്റിലേക്ക് പോയി രക്തത്തിൽ കലർന്ന് ശരീരം മുഴുവൻ ചുറ്റിത്തിരിഞ്ഞ് അതിന്റെ ഒരു അംശം മാത്രമാണ് ശ്വാസകോശത്തിൽ എത്തുന്നത്. ഇതൊരു ക്വിക്ക് റിലീഫ് കിട്ടില്ലെന്ന് മാത്രമല്ല, സിവിയർ ആസ്മയുള്ള ആളുകൾക്ക് ഹയർ ഡോസസ് എടുക്കേണ്ടിയും വരും. എന്നാൽ ഇൻഹേലറുകൾ അങ്ങനെയല്ല. ഇതൊരു ക്വിക്ക് റെസ്പോൺസ് ആണ്. നമ്മൾ ഇൻഹേലർ യൂസ് ചെയ്യുമ്പോൾ ആ മരുന്ന് നേരെ ശ്വാസകോശത്തിലേക്ക് ചെല്ലുന്നു. അതുകൊണ്ട് തന്നെ ഗുളികകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ഡോസ് മാത്രം മതി അതിനെ ആക്ട് ചെയ്യാൻ. അപ്പോൾ സൈഡ് എഫക്ട്സോ ഓൾമോസ്റ്റ് സീറോ. എന്നാൽ ഇൻഹേലറുകൾ യൂസ് ചെയ്തതിനു ശേഷം കൃത്യമായി വായ നന്നായി കഴുകിക്കളയണം. മൈ പോയിന്റ് ഈസ്, കറക്റ്റ് സമയത്ത് ഇൻഹേലർ ഉപയോഗിച്ചാൽ ഭാവിയിൽ വരാൻ സാധ്യതയില്ല വലിയ കോംപ്ലിക്കേഷനെ നമുക്കൊരു പരിധി വരെ ഒഴിവാക്കാം. സോ പേടി മാറ്റി വെക്കൂ, സ്മാർട്ടായി ചിന്തിക്കൂ. നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിലോ ഇതുപോലെ ആർക്കെങ്കിലും ഇൻഹേലർ ഉപയോഗിക്കാൻ പേടിയുണ്ടായിരുന്നോ? നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ചെയ്യൂ.